ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലൂക്കാ സുവിശേഷത്തിലെ 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലെ 50 തിരഞ്ഞെടുത്ത ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, രൂപാന്തരീകരണ സമയത്ത് അടുത്തു തന്നെ എവിടെ വെച്ച് നടക്കേണ്ട കടന്നു പോകലിനെക്കുറിച്ചാണ് അവർ സംസാരിച്ചത്. എ. ജെറുസലേമിൽ, ബി. സമരിയായിൽ, സി. ജെറിക്കോയിൽ, ഡി. യൂദയായിൽ. എ. ജെറുസലേമിൽ എന്നതാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം എടുക്കരുതെന്നാണ് യേശു പറഞ്ഞത്? എ. വടിയും സഞ്ചിയും, ബി. അപ്പവും പണവും, സി. ഇവ നാലും, ഡി. ഇവ നാലുമല്ല. സി. ഇവ നാലും എടുക്കരുതെന്നാണ് യേശു പറഞ്ഞത്. മൂന്നാമത്തെ ചോദ്യം, ഒരുവൻ എന്നെക്കുറിച്ചും എൻ്റെ വചനത്തെക്കുറിച്ചും ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് ഡേഷും തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. എ. ദൈവം, ബി. ക്രിസ്തു, സി. പിതാവ്, ഡി. മനുഷ്യപുത്രൻ. ഡി. മനുഷ്യപുത്രനാണ് ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 44-ാം വാക്യമനുസരിച്ച് അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിച്ചു എന്ന് പറയുന്നത് ഏത് സംഭവത്തെക്കുറിച്ചാണ്? എ. രക്തസ്രാവക്കാരിയുടെ സൗഖ്യം, പിശാചുബാധിതൻ്റെ സൗഖ്യം, കുഷ്ഠരോഗിയുടെ സൗഖ്യം, ഡി. തളർവാദ രോഗിയുടെ സൗഖ്യം. ബി. പിശാചുബാധിതൻ്റെ സൗഖ്യമാണ് ഉത്തരം, ശരിയായ ഉത്തരം. അഞ്ചാമത്തെ ചോദ്യം, പത്രോസ് ഉത്തരം നൽകി, നീ ദൈവത്തിൻ്റെ ഡേഷാണ്? എ. മകൻ, ബി. പരിശുദ്ധൻ, സി. മിശിഹ, ഡി. ക്രിസ്തു. ക്രിസ്തു, ഡി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം, പീഡാനുഭവത്തിൻ്റെ 1-ാം പ്രവചനത്തിന് ശേഷം എത്രാമത്തെ ദിവസമാണ് യേശു പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരോടൊപ്പം മലയിലേക്ക് പോയത്? എ. 1, ബി. 2, സി. 8, ഡി. 4. സി. 8-ാമത്തെ ദിവസമാണ് യേശു മലയിലേക്ക് പോയത്. 7. ഹെരോദേസ് രാജാവ് ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാണ് പരിഭ്രാന്തനായത്? എ. ഏലിയ, ബി. മിശിഹ, സി. ക്രിസ്തു, ഡി. കർത്താവ്. എ. ഏലിയ ആണ് ശരിയായ ഉത്തരം. 8-ാമത്തെ ചോദ്യം, യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ഡേഷിന് യോഗ്യനല്ല. എ. കൃഷിക്ക്, ബി. ശിഷ്യന്, സി. സ്വർഗരാജ്യത്തിന്, ഡി. സിംഹാസനത്തിന്. സി. സ്വർഗരാജ്യത്തിന് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 9. കൊയ്ത്ത് വളരെ, വേലക്കാരോ ചുരുക്കം, അതിനാൽ ആരോട് പ്രാർത്ഥിക്കാനാണ് യേശു പറയുന്നത്? എ. കൊയ്ത്തിൻ്റെ നാഥനോട്, ബി. ദൈവത്തോട്, സി. പിതാവിനോട്, ഡി. സ്വർഗത്തോട്. എ. കൊയ്ത്തിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാനാണ് യേശു പറയുന്നത്. ചോദ്യം 10, ആരാണ് കൂലിക്ക് അർഹൻ? എ. ശിഷ്യൻ, ബി. വേലക്കാരൻ, സി. ഭൃത്യൻ, ഡി. യജമാനൻ. ബി. വേലക്കാരൻ ആണ് ശരിയായ ഉത്തരം. 11-ാമത്തെ ചോദ്യം, നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും? ഏത് നഗരത്തെക്കുറിച്ചാണിത് പറയുന്നത്? എ. കെറാസിൻ, ബി. ബെത്സയിദ, സി. കഫർനാം, ഡി. ജെറുസലേം. സി. കഫർനാം ആണ് ശരിയായ ഉത്തരം. ചോദ്യം 12, 72 പേരും തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഡേഷ് പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. എ. ദുരാത്മാക്കൾ, ബി. അശുദ്ധാത്മാക്കൾ, സി. രോഗങ്ങൾ, ഡി. പിശാചുക്കൾ. ഡി. പിശാചുക്കൾ എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം 13, ലൂക്കാ 10-ാം അധ്യായം 25-ാം വാക്യപ്രകാരം യേശുവിനെ പരീക്ഷിക്കാൻ ചോദ്യം ചോദിച്ചത് ആര്? എ. പത്രോസ്, ബി. നിയമജ്ഞൻ, സി. ഫരിസേയർ, ഡി. ധനികൻ. ബി. നിയമജ്ഞർ എന്നതാണ് ശരിയായ ഉത്തരം.
ചോദ്യം 14. അയൽക്കാരൻ്റെ ഉപമയിൽ ഒരുവൻ ജെറുസലേമിൽ നിന്നും എവിടേക്ക് പോയെന്നാണ് യേശു പറയുന്നത്? എ ജെറിക്കോയിൽ, ബി സമരിയായിൽ, സി യൂദയായിൽ, ഡി കഫർനാമിൽ. ജെറിക്കോയിൽ, എ ജെറിക്കോയിൽ എന്നതാണ് ശരിയായ ഉത്തരം. ചോദ്യം 15. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത് അവൻ എവിടെയുള്ള പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു, എങ്ങനെയുള്ള പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു എന്നാണ്? എ അശുദ്ധിയുള്ള, ബി ഊമനായ, സി മുടന്തുള്ള, ഡി തളർവാദം പിടിച്ച. ബി ഊമനായ പിശാചിനെ ബന്ധിക്കുകയായിരുന്നെന്നാണ് അതിൻ്റെ ശരിയായ ഉത്തരം. 16-ാമത്തെ ചോദ്യം. എങ്ങനെയുള്ള രാജ്യമാണ് നശിച്ചു പോകുന്നത്? എ ശത്രുക്കളുള്ള, ബി അശുദ്ധാത്മാവ് ഉള്ളത്, സി അന്തഛിദ്രമുള്ളത്, ഡി രാജാവില്ലാത്തത്. സി അന്തഛിദ്രമുള്ള രാജ്യമാണ് നശിച്ചു പോകുന്നത്. ചോദ്യം 17. ആരുടെ അടയാളമല്ലാതെ മറ്റൊരടയാളവും നൽകപ്പെടുകയില്ലെന്നാണ് യേശു പറയുന്നത്? എ മനുഷ്യപുത്രൻ, ബി യോന, സി ക്രിസ്തു, ഡി ദൈവപുത്രൻ. ബി യോനായുടെ അടയാളമല്ലാതെ, അതാണ് ശരിയായ ഉത്തരം. ചോദ്യം 16. ഫരിസേയർ എന്തിൻ്റെയെല്ലാം ദശാംശം കൊടുക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എ തുളസിയുടെ, ബി അരൂതയുടെ, സി എല്ലാ ചെടികളുടെയും, ഡി ഇവയെല്ലാത്തിൻ്റെയും. ഡി ഇവയെല്ലാത്തിൻ്റെയും എന്നതാണ് ശരിയായ ഉത്തരം. 19. നിയമജ്ഞർ എന്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത്? എ സ്വർഗത്തിൻ്റെ, ബി സമ്പത്തിൻ്റെ, സി വിശ്വാസത്തിൻ്റെ, ഡി വിജ്ഞാനത്തിൻ്റെ. ഡി വിജ്ഞാനത്തിൻ്റെ എന്നതാണ് ഉത്തരം. 20-ാമത്തെ ചോദ്യം. ഡേഷിനെ കൊല്ലുന്നതിൽ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. എ ശരീരത്തെ, ബി ആത്മാവിനെ, സി ജീവനെ, ഡി മനുഷ്യനെ. എ ശരീരത്തെ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 21. എന്തിനെതിരായി ദൂഷണം പറയുന്നവരോട് ക്ഷമിക്കപ്പെടുകയില്ല എന്നാണ് യേശു പറയുന്നത്? എ ദൈവത്തിനെതിരായി, ബി സ്വർഗത്തിനെതിരായി, സി പരിശുദ്ധാത്മാവിനെതിരായി, ഡി മനുഷ്യപുത്രനെതിരായി. സി പരിശുദ്ധാത്മാവിനെതിരായി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ചോദ്യം 22. മനുഷ്യജീവിതം എന്തുകൊണ്ട് ധന്യമാകുന്നില്ല എന്നാണ് യേശു പറയുന്നത്? എ സമ്പത്ത് കൊണ്ട്, ബി ജ്ഞാനം കൊണ്ട്, സി ബുദ്ധി കൊണ്ട്, ഡി അറിവ് കൊണ്ട്. എ സമ്പത്ത് കൊണ്ട് എന്നതാണ് ഉത്തരം. 23. ആരെക്കുറിച്ചാണ് സർവമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്ന് പറയുന്നത്? എ മോശ, ബി സോളമൻ, സി സക്കറിയ, ഡി പത്രോസ്. ബി സോളമൻ എന്നതാണ് ശരിയായ ഉത്തരം. 24-ാമത്തെ ചോദ്യം. കള്ളൻ കടന്നു വരികയോ ചിതൽ നശിപ്പിക്കുകയോ ചെയ്യാത്തത് എന്ത്? എ ജ്ഞാനം, ബി വചനം, സി ബുദ്ധി, ഡി സ്വർഗത്തിലെ നിക്ഷേപം. ഡി സ്വർഗത്തിലെ നിക്ഷേപം എന്നതാണ് ശരിയായ ഉത്തരം. 25. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന ഭൃത്യന്മാർ ആരാണ്? എ ബുദ്ധിമാന്മാർ, ഭാഗ്യവാന്മാർ, നല്ലവർ, ജ്ഞാനികൾ. ബി ഭാഗ്യവാന്മാർ എന്നതാണ് ശരിയായ ഉത്തരം. 26. അവൻ രാത്രിയുടെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ വന്നാലും അവരെ ഒരുക്കമുള്ളവരായി കണ്ടാൽ അവർ ഭാഗ്യവാന്മാർ. ആരാണവർ? എ ഭൃത്യന്മാർ, ബി ജോലിക്കാർ, സി യജമാനന്മാർ, ഡി ശിഷ്യർ. എ ഭൃത്യന്മാർ എന്നതാണ് ശരിയായ ഉത്തരം. 27. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ വരുന്നത് ആര്? എ കള്ളന്മാർ, ബി മനുഷ്യപുത്രൻ, സി മണവാളൻ, ഡി ദൈവപുത്രൻ. മനുഷ്യപുത്രൻ എന്നതാണ് ശരിയായ ഉത്തരം. 28. തെക്കൻ കാറ്റുണ്ടാകുമ്പോൾ എന്തുണ്ടാകുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എ അത്യുഷ്ണം, ബി മഴ, സി ഉഷ്ണം, ഡി ശൈത്യം. അത്യുഷ്ണം എന്നതാണ് ഉത്തരം. 29. എത്ര കാലം കൂടി കാത്തിരിക്കണമെന്നാണ് ജോലിക്കാരൻ അത്തിവൃക്ഷത്തിൻ്റെ ഉടമയോട് പറഞ്ഞത്? എ 1, ബി 2, സി 3, ഡി 4. എ 1 ശരിയായ ഉത്തരം. 30. കൂനുള്ള സ്ത്രീ ആരുടെ മകളാണെന്നാണ് യേശു പറഞ്ഞത്? എ ദൈവത്തിൻ്റെ, ബി അബ്രഹാത്തിൻ്റെ,
സി ഇസഹാക്കിൻ്റെ, ഡി മോശയുടെ, ബി അബ്രഹാത്തിൻ്റെ എന്നതാണ് ഉത്തരം. 31. ആരെയെല്ലാം ദൈവരാജ്യത്തിൽ ഇരിക്കുന്നത് കാണുമ്പോഴാണ് നിങ്ങൾ വിലപിക്കുകയും പല്ലിറുമുകയും ചെയ്യും എന്ന് യേശു പറയുന്നത്? എ അബ്രഹാമും ഇസ്ഹാക്കും, ബി ഇസ്ഹാക്കും യാക്കോബും, സി അബ്രഹാമും സകല പ്രവാചകന്മാരും, ഡി ഇവരെല്ലാവരും. ഡി ഇവരെല്ലാവരും എന്നതാണ് ശരിയായ ഉത്തരം. 32. ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക എന്ന് പറഞ്ഞത് ആര്? എ ഫരിസേയർ, ബി നിയമജ്ഞർ, സി സിനഗോഗ് അധികാരി, ഡി പത്രോസ്. സി സിനഗോഗ് അധികാരി എന്നതാണ് ഉത്തരം. 33. ഇവിടെ നിന്ന് പോവുക, ഹെരോദസ് നിന്നെ കൊല്ലാൻ ഒരുങ്ങുന്നു. ഇത് പറഞ്ഞതാര്? എ ഫരിസേയർ, ബി നിയമജ്ഞർ, സി സിനഗോഗ് അധികാരി, ഡി ശിഷ്യർ. എ ഫരിസേയർ എന്നതാണ് ഉത്തരം. 34. യേശു ഹെരോദോസിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? എ ബുദ്ധിമാൻ, ബി ഭാഗ്യശാലി, സി കുറുക്കൻ, ഡി അണലി സന്തതി. സി കുറുക്കൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. 35. പ്രവാചകരെ കൊല്ലുകയും അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്ന നഗരമേത്? എ ജെറുസലേം, ബി കൊറാസ്യൻ, സി ബെത്സയിദ, ഡി സമരിയ. ജെറുസലേം എന്നതാണ് ഉത്തരം. 36. നീ സദ്യ നടത്തുമ്പോൾ ആരെയൊക്കെ ക്ഷണിക്കണമെന്നാണ് യേശു പറയുന്നത്? എ മുടന്തരെയും ദരിദ്രരെയും, ബി ദരിദ്രരെയും വികലാംഗരെയും, സി വികലാംഗരെയും കുരുടരെയും, ഡി ഇവരെ എല്ലാവരെയും. ഇവരെ എല്ലാവരെയും എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഡി ആണ് ശരിയായ. ചോദ്യം 37. ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ആരാണെന്നാണ് അവനോടുകൂടി ഭക്ഷണത്തിനിരുന്നവർ പറഞ്ഞത്? എ ശിഷ്യർ, ബി ഭാഗ്യവാന്മാർ, സി സമ്പന്നർ, ഡി ദരിദ്രർ. ബി ഭാഗ്യവാന്മാർ എന്നതാണ് ശരിയായ ഉത്തരം. 38. ചോദ്യം. മണ്ണിനോ വളത്തിനോ അത് ഉപകരിക്കുകയില്ല. ഏത്? എ ഉപ്പ്, ബി ഭക്ഷണം, സി ഉറകിട്ടുപോയ ഉപ്പ്, ഡി ഗോപുരം. സി ഉറകിട്ടുപോയ ഉപ്പ് എന്നതാണ് ശരിയായ ഉത്തരം. 39. ചോദ്യം. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ എന്തുണ്ടാകുമെന്നാണ് യേശു പറയുന്നത്? എ സ്നേഹം, ബി സമാധാനം, സി സന്തോഷം, ഡി ഇവ മൂന്നും. സി സന്തോഷമാണ് ശരിയായ ഉത്തരം. 40. ധൂർത്തപുത്രൻ തന്നെ എങ്ങനെ സ്വീകരിക്കണമെന്നാണ് പിതാവിനോട് ആവശ്യപ്പെടുന്നത്? എ ഭൃത്യനായി, ബി വേലക്കാരനായി, സി ദാസനായി, ഡി കൂലിക്കാരനായി. സി ദാസനായി എന്നതാണ് ശരിയായ ഉത്തരം. 41. ചോദ്യം. 100 ബത്ത് എണ്ണ എങ്ങനെ തിരുത്തി എഴുതാനാണ് കാര്യസ്ഥൻ ആവശ്യപ്പെടുന്നത്? എ 80, ബി 50, സി 30, ഡി 20. ബി 50 എന്നതാണ് ശരിയായ ഉത്തരം. 42. ചോദ്യം. രണ്ടാമൻ എന്താണ് യജമാനന് കൊടുക്കുവാനുണ്ടായിരുന്നത്? എ 100 കോർ ഗോതമ്പ്, എണ്ണ, സി ആട്, ഡി ഇവ മൂന്നും. 100 കോർ ഗോതമ്പ് എന്നതാണ് ശരിയായ ഉത്തരം. 43. ദൈവത്തെയും ഡേഷിനെയും ഒന്നിച്ചു സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എ സാത്താനെ, ബി പിശാചിനെ, സി സമ്പത്തിനെ, ഡി ബേൽസബൂലിനെ. സി സമ്പത്തിനെ എന്നതാണ് ശരിയായ ഉത്തരം. 44. ഡേഷിലെ ഒരു പുള്ളിയെങ്കിലും അസാധുവാക്കുന്നതിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ്. എ സ്വർഗത്തിലെ, ബി ഭൂമിയിലെ, സി ദേവാലയത്തിലെ, ഡി നിയമത്തിലെ. ഡി നിയമത്തിലെ എന്നതാണ് ശരിയായ ഉത്തരം. 45. ചോദ്യം. ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു? എ പാപം, ബി വ്യഭിചാരം, സി തെറ്റ്, ഡി ഇവ മൂന്നും. ബി വ്യഭിചാരം എന്നതാണ് ശരിയായ ഉത്തരം. 46. ധനവാന് എത്ര സഹോദരന്മാരുണ്ടെന്നാണ് അബ്രഹാമിനോട് പറയുന്നത്? എ 5, ബി 3, സി 2, ഡി 1. എ 5 ആണ് ശരിയായ ഉത്തരം.
47-ാമത്തെ ചോദ്യം, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചത് ആര്? എ സമ്പന്നൻ, ബി നിയമജ്ഞൻ, സി ഫരിസേയൻ, ഡി ഒരു ശിഷ്യൻ. ബി നിയമജ്ഞൻ എന്നതാണ് ശരിയായ ഉത്തരം. 48-ാമത്തെ ചോദ്യം, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. യേശു ഇത് പറഞ്ഞത് ആരോടാണ്? എ ശിഷ്യനോട്, ബി ധനവാനോട്, സി മറിയത്തോട്, ഡി മർത്തയോട്. ഡി മർത്തയോട് എന്നതാണ് ശരിയായ ഉത്തരം. നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. 49-ാമത്തെ ചോദ്യം, നീ എപ്പോഴും എന്നോടുകൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇത് പറഞ്ഞത് ആര്? എ യേശു പത്രോസിനോട്, ബി പിതാവ് മൂത്തപുത്രനോട്, സി നിയമജ്ഞൻ കൂനുള്ള സ്ത്രീയോട്, ഡി യേശു മർത്തയോട്. ബി പിതാവ് മൂത്തപുത്രനോട് എന്നതാണ് ശരിയായ ഉത്തരം. അവസാനമായി 50-ാമത്തെ ചോദ്യം, ധൂർത്തപുത്രൻ്റെ ഉപമ എത്രാമത്തെ അധ്യായത്തിലാണ്? എ 12-ാമത്തത്, ബി 13, സി 15, ഡി 16. സി 15-ാമത്തെ അധ്യായത്തിലാണ് ധൂർത്തപുത്രൻ്റെ ഉപമ ഉള്ളത്.